തോണീസ് നമ്മുടെ തമ്പ് കണ്ടുവന്ന മക്കളാണ് ഫറാൻ സാർ. എന്നാൽ നിങ്ങൾ എന്താ തമ്പിൽ അങ്ങനെ ഒരു വർത്താനം? നിങ്ങൾ തോക്കുന്നൊക്കെ നമുക്കറിയാം, പേടിച്ചിട്ടുണ്ടാവില്ല എല്ലാവരും കൂടെ. പേടിച്ചു പോയി കാണും. ഓക്കെ, അതായത് 9ാം ക്ലാസ് ഇതുവരെ നമുക്കറിയാം 1 മുതൽ 9ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും എന്ത് ചെയ്യുന്നു, പാസ്സാകുന്നു അല്ലെ? അതായത് നമ്മൾ എന്ത് ഓൾ പാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം ഒഴിവാക്കുകയാണ് എന്നുള്ളതാണ് പുതിയ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. മെയിൻലി അവർ ഉദ്ദേശിക്കുന്നത് 9 to 10 SLC-യിലേക്കുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഓൾ പാസ് സിസ്റ്റം ഒഴിവാക്കുക എന്നുള്ളൊരു പക്കയെ കൊണ്ടുവരുന്നത്. പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം വരാനുള്ള റീസൺ എന്താ? അത് പെട്ടെന്ന് വെച്ചാല് പെട്ടെന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ വർഷം പക്ഷെ ഇപ്രാവശ്യമാണ് നമുക്ക് ഒരു ഓർഡർ ആയിട്ട് നമുക്ക് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതായത് വിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞത് ഈ എക്സാമിന്റെ വാല്യുവേഷൻ നടക്കുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാം, സ്വന്തം പേര് വരെ എഴുതാൻ പറ്റാത്തവര് SLC എക്സാം എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് കുട്ടികൾ പോവാന്ന് പറയുന്നത് മോശം കാര്യം തന്നെയാണ്. ഒരു കണക്കിന് നോക്കുമ്പോൾ നല്ലതാണല്ലേ നമ്മുടെ കുട്ടികൾ നല്ല ക്വാളിറ്റിയിൽ 10ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ. 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ഫസ്റ്റ് സർട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്ന സംഭവമാണ്. സർട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ഒരു സാധനമാണല്ലോ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 10th എന്ന് പറയുന്നത്. അപ്പൊ അവിടേക്ക് ഒരു ക്വാളിറ്റി ഉള്ള മക്കളെ കടത്തിവിടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്ന് പറയുമ്പോൾ എല്ലാവരെയും കടത്തിവിടില്ല, ടഫ് ആണ്, അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, ക്രൈറ്റീരിയസ് ഉണ്ടല്ലോ. ക്രൈറ്റീരിയസ് ഉണ്ട്. അതായത് ഇവർ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് 9ാം ക്ലാസ്സിലെ ഫൈനൽ എക്സാം കഴിഞ്ഞാൽ, ആനുവൽ എക്സാം കഴിഞ്ഞാൽ അവർ വാല്യുവേഷൻ ചെയ്യും. സാധാരണ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെയാണ് എന്ത് ചെയ്യുക, വാല്യുവേഷൻ ചെയ്യാറുള്ളത്. അപ്പൊ അതില് ഗ്രേഡ് D അല്ലെങ്കിൽ E കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്, അവരെ ഈ ഒരു ഏപ്രിൽ മെയ് എന്നുള്ള ഈ മാസത്തിൽ ഒരു പഠന പിന്തുണ പരിപാടി എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റിന്റെ നടത്തുന്നുണ്ട്. ഇതിന്റെ മെയ് ലാസ്റ്റിലേക്ക് ഒരു നിലവാര പരീക്ഷയും കൂടെ നടത്തിയതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഇവർ തീരുമാനിക്കുക ഇനി SLC-യിലേക്ക് പോകണോ SLC-യിലേക്ക് പോകണ്ടേ എന്നുള്ള കാര്യം. അപ്പൊ അതൊരു മോശം കാര്യമൊന്നുമല്ല അല്ലെ? ഇനിയിപ്പോ സപ്പോസ് അങ്ങനെയാണ് മക്കളിപ്പോ DU E കഴിഞ്ഞിട്ട് ഈ ചാൻസ് ഉണ്ട്, പരീക്ഷയ്ക്ക് ചാൻസ് ഉണ്ട്. ഇനിയിപ്പോ അങ്ങനെയല്ല, നമുക്കത് കടന്നു പോകാൻ പറ്റുന്നില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. കാരണം നമുക്ക് നന്നായിട്ട് പഠിച്ച് സമാധാനത്തില് നല്ല ക്വാളിറ്റിയിൽ മുന്നോട്ട് പോവാന്നുള്ളതാണ് മക്കളെ അല്ലെ? അങ്ങനെ ആയിപ്പോയാലും കുഴപ്പമൊന്നും ഇല്ല ശരിക്കും. ഓക്കെ, പക്ഷെ നമ്മൾ മാക്സിമം നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ട് മുന്നോട്ട് പോവാന്നുള്ളതും ഒരു കാര്യമാണ്. അതെ. അപ്പൊ പറഞ്ഞു വരുന്നത് ഇനി ഒരു നെവർ മൈൻഡ് ആയിട്ട് എടുക്കാതെ കുറച്ചൊന്ന് എഫേർട്ട് എടുക്കണം നമ്മൾ 9ാം ക്ലാസ്സിൽ കാണേണ്ട ഒരു വിഷയം തന്നെ. കാരണം പക്ഷെ നമ്മൾ ബേസിക് ആയിട്ട് പറയുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ 9ാം ക്ലാസ്സിലും പ്ലസ് 1 പ്ലസ് 2 എന്താണ് അതിന്റെ ഒരു വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോന്നിനെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണുമെങ്കിൽ എന്ത് ചെയ്യണം ഫറാൻ സർ? നമ്മൾ ഈ ഒരു ചാനൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, മക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരുന്നു നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല ചെറിയൊരു കാര്യം. അപ്പൊ ലൈവ് സ്റ്റാർട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കരട് ബുക്കുകൾ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളൂ, ഇറക്കിയിട്ടുള്ളൂ. ചിലപ്പോ ചെറിയ ചേഞ്ചസ് ഒക്കെ വരാം. അപ്പൊ ഒറിജിനൽ ബുക്ക് ഇറക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈവിന് ചെറിയൊരു വെയിറ്റ് കൊടുക്കുന്നത്. അതേപോലെ നമ്മുടെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ബേസിക്കലി നടക്കുന്നുണ്ട്. നമ്മൾ പുതിയ ബാച്ചും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജൂൺ ഫസ്റ്റ് വീക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഈസി ആയിട്ട് 9ാം ക്ലാസ് എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ അല്ലേ? അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മക്കൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയാക്കുക. താങ്ക് യു.